ആ കുഞ്ഞിലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം ദറ്റ് സ്ത്രീനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടില് ജോലികള് എല്ലാരും ഈക്വൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും നമ്മള് മേളിലോട്ട് കയറാനല്ലോ, നമുക്ക് ഈക്വൽ ഒരു സ്പേസ് തരിക എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അത് ഭയങ്കര ഡിമാൻഡ് ചെയ്തിട്ടുള്ള കാര്യമല്ല, ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പല രീതിയിലും ഇങ്ങനെ കൂടെ കുറച്ചുനാൾ ട്രൈ ചെയ്ത് നോക്കി, എന്നാലും അതാ പറഞ്ഞേ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഏതൊരു മൊമെന്റിലായിരിക്കും അല്ലെങ്കിൽ ഏതൊരു സമയമായിരിക്കും ഓക്കെ ഐ ഷുഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്, ഈ ലൂപ്പിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് പോയേ പറ്റൂ, ഇനി എനിക്കിത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇറങ്ങേണ്ടി വന്നു? ബിക്കോസ് അന്ന് എന്റെ ജീവൻ നഷ്ടപ്പെടും എന്നായപ്പോഴത്തേക്ക് ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് ഫോൺ എടുത്തില്ല. അല്ല, ആദ്യം എന്റെ ബ്രദറിനെ വിളിച്ചു, 1-2-3 മണിക്കെങ്ങാണ്ടോ വിളിച്ചു, ഫോൺ എടുത്തില്ല. അണ്ണാച്ചി ഫോണ് എടുത്ത ആ സമയത്താണ് വരുന്നത്. ഹി വാസ് ആൻ ആൽക്കഹോളിക് അബ്യൂസീവ് പേഴ്സൺ. സോ ആ സമയത്ത് ആണ് വരുന്നത്. അപ്പം അന്ന് ഇതുപോലെ ഭയങ്കര ഉപദ്രവം ആയി. ഞാൻ പറയാം, എപ്പോഴും പറയുന്നത് എന്റെ സേഫ് പ്ലേസ് എന്ന് പറയുന്നത് ബാത്റൂമാണ്. അവിടെയാണ് എന്റെ ഒരു സേഫ് പ്ലേസ് ആയിരുന്നത്, ആ ഒരു പെന്റ് ഹൗസിൽ. അപ്പം അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അണ്ണാച്ചി ഫോൺ എടുത്തില്ല. ഐ ഹാഡ് ടു കോൾ ദ പോലീസ്. അങ്ങനെയാണ് അതിൽ നിന്ന് ഞാൻ പുറത്ത്. പിന്നെ ആ സമയത്താണ് ഞാൻ ഗീതാമേനെ പരിചയപ്പെടുന്നതും. അതൊരു നിർഭയയുടെ ടോക്കിന്, അവിടെ ലീഡർഷിപ്പിനൊരു മോട്ടിവേഷൻ ടോക്കിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞ ഈ ടോക്കിന് പോകുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളും വിമൻ ലൈക്ക് എല്ലാ കാര്യങ്ങളും ഞാനൊരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്തിട്ടും എനിക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു. അതെ, ഇപ്പം അപ്പൊ ഒരുപക്ഷെ ആദ്യമേ ഒരുപാട് ടോളറൻസ് ലെവൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നിരിക്കണം ശോഭയ്ക്ക്. ആദ്യം കുറെ ടോളറേറ്റ് ചെയ്ത് ഈ പറയുന്ന പോലെ വെയിറ്റ് ചെയ്ത് ചാൻസ് കൊടുത്ത്, ഐ മീൻ ഇനിയും ശരിയാവും എന്നുള്ളൊരു പേഷ്യൻസ്. എങ്ങനെ നമ്മള് ഫേസ് ചെയ്യും, ഫാമിലി എങ്ങനെ, പേരൻസ് എങ്ങനെ ഇത് ഉൾക്കൊള്ളും? ബിക്കോസ് ഫാമിലിയിൽ ആരും ഡിവോഴ്സ്ഡ് ആയിട്ടില്ല ഇതുവരെയായിട്ടും. അതുപോലെ തന്നെ സൊസൈറ്റീനെ എങ്ങനെ ഫേസ് ചെയ്യും നമ്മൾ? ഒരാൾക്ക് അങ്ങനെയൊക്കെ എപ്പോഴായത് ഈ 3.5 വർഷം ബോൾഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ. ഞാൻ പറയില്ലേ, ആദ്യത്തെ ഒരു ഫസ്റ്റ് ട്രിപ്പോട് കൂടിയാണ് ഞാൻ ഒരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ബോൾഡ്നെസ് ഒക്കെ വന്നു തുടങ്ങിയത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ബോൾഡ്നെസ് വന്നു തുടങ്ങിയത്. ഇതൊക്കെയാണ് ചില ഫാമിലീസ് ചിലപ്പം പൈസ ഉണ്ടാവും, ചിലവര് ഇൻഡിപെൻഡന്റും ആയിരിക്കും, ജോലി ചെയ്യുന്നവരായിരിക്കും, പക്ഷെ ചിലപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, അവരായിരിക്കും അവരുടെ ഒരു ഫിയർ. ചിലപ്പം അവരുടെ ഈ പറഞ്ഞ പോലെ എന്താ പറഞ്ഞ പേരൻസ് ആയിരിക്കും അവരുടെ ഫിയർ. അച്ഛനമ്മക്ക് വിഷമാവില്ലേ, അല്ലെ സൊസൈറ്റി എന്ത് പറയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ, മിക്കവർക്കും കുട്ടികളായിരിക്കും. അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള പ്ലേസോ സൊസൈറ്റി എന്ത് പറയും, അവരെങ്ങനെ കാണും ഒരു ഡിവോഴ്സി ആണെങ്കിൽ, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ, മറ്റുള്ളവർ ഇവരെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, ലൈക്ക് യുനോ ഒരു സേഫ് അല്ല, ഒരു ഒറ്റയ്ക്കാണ് ഇതെന്ന് ജീവിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് വരാൻ പറ്റുന്ന എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യും എന്ന് അറിയാം. ഫിയർ, എവറിത്തിങ് ഈസ് ലൈക്ക് ബേസ്ഡ് ഓൺ ദാറ്റ് ഫിയർ. ആ ഫിയറിൽ നിന്ന് പുറത്തിറങ്ങിയാലേ ഫോർ മീ ലൈക്ക് എന്താണ് സക്സസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീഡം ആണ്. ഫ്രീഡം ടു ടേക്ക് ഡിസിഷൻ, ഫ്രീഡം ടു eat what you want, freedom to wear what you want, freedom to express, everything is that, ഓരോ ദിവസം എനിക്ക് തോന്നുന്നു I always say this, count your blessings, because കുഞ്ഞു കാര്യങ്ങൾ ഡെയിലി every day is a challenge for us. അപ്പം ചെറിയ എന്നും പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എവറി ഡേ, അല്ലെ? ചെറിയതാണോ വലുതാണോ എന്നല്ല, എവറി ഡേ ആ പ്രോബ്ലംസിന് നമ്മളൊരു സൊല്യൂഷൻ കാണുമ്പോൾ അതൊരു സക്സസ് ആണ്. അപ്പൊ എന്നോട് ചോദിച്ചാൽ വലിയ രീതിയിൽ എന്താണ് നിങ്ങളുടെ സക്സസ്, ബാങ്ക് ബാലൻസ് അങ്ങനെ അല്ല. എവറി ഡേ വെൻ ഐ എം ഏബിൾ ടു സോൾവ് മൈ പ്രോബ്ലംസ്, ഇറ്റ്സ് എ സക്സസ് ഫോർ മീ. രമ്യയാണ് എൻ്റെ കൂടെ ഓരോ പ്രാവശ്യം എനിക്ക് എന്താ അങ്ങേ അറ്റം ഞാൻ ഫിസിക്കലി എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അവളാണ്. സോ ഷീ വാസ് ദെയർ ത്രൂ ഔട്ട്, ഷീ വാസ് വിത്ത് മീ. അതുപോലെ ഒരുപാട് ഐ വാസ് ബ്ലെസ്ഡ് ടു ഹാവ് a set of friends or like sisters. നമ്മളിപ്പോഴും ബ്ലഡ് റിലേറ്റഡ് ആവണമെന്നില്ല, മനസ്സിലായില്ലേ? ഞാൻ മിക്കതും ഞാൻ ഫാമിലിയോട് പറയാതെ ഇരിക്കുവായിരുന്നു, അവർക്ക് വിഷമാവണ്ടല്ലോ. ബിക്കോസ് വയസ്സായ പേരൻസ് ആണ്. ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്, ഇത്രയും ഐ എം ലക്കി ആൻഡ് പ്രൗഡ് ആൻഡ് ലൈക്ക് എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും കിട്ടിയത്. അപ്പം ഏറ്റവും ഇളയതാണ് ഞാൻ, 13 years ഗ്യാപ്പാണ്. അപ്പം ഞാൻ എപ്പോഴും ഒരു പ്രോബ്ലം ചൈൽഡ് ആയിരുന്നു കുഞ്ഞിലെ മുതലേ. ലൈക്ക്
ഞാൻ ഒരു സ്വപ്നജീവി, മനസ്സിലായി, എന്റെ കാര്യങ്ങൾ എന്റെ ഇഷ്ടത്തിന്. അപ്പം ചേട്ടനും ചേച്ചിയും ഒക്കെ അവരുടെ എല്ലാവരും സെറ്റിൽഡ് ആയി, എല്ലാം ഹാപ്പി ഫാമിലി ആൻഡ് ലൈക്ക് വിത്ത് കിഡ്സ് ആൻഡ് ഓൾ. അപ്പം എപ്പോഴും എന്റെ ഉള്ളിലുണ്ട് എനിക്ക് ആ ഒരു അമ്മയ്ക്ക് അച്ഛന് ആ സന്തോഷം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു കുട്ടീനെ. ലൈക്ക് മനസ്സിലായില്ല, അവർക്ക് ഒത്തിരി ഭയങ്കര സ്വപ്നം കണ്ടാണ് എന്റെ ഒരു കല്യാണം നടത്തിയത്. ഭയങ്കര ബിഗ് ഫാറ്റ് വെഡിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അപ്പം എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് അവരാഗ്രഹിച്ച ഒരു ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഒരു അമ്മയായിട്ടോ എനിക്കൊന്നും ആവാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ എപ്പോഴും അതൊരു കുത്തുന്ന കാര്യം തന്നെയാണ്. ബട്ട് ദാറ്റ് ഇസ് ഓക്കെ, എല്ലാവർക്കും എല്ലാം പറഞ്ഞിട്ടില്ല. ബട്ട് ഐ നോ what will happen to my life because എന്റെ ഓരോരോ കാര്യങ്ങൾ എനിക്ക് പിന്നെ ഐ ഗോ വിത്ത് ദ ഫ്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ വാട്ടർ ആണ്, ഫയർ ആണ്, എയർ ആണ്, എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. ഓരോരോ സിറ്റുവേഷൻ വരുമ്പം അതാണ് ഞാൻ. അപ്പം അല്ല, നമ്മൾ ആരും നല്ലതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലൈഫിലേക്ക് ഇങ്ങനെയൊക്കെ വരികയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നമ്മൾ ഇതൊക്കെ, നമുക്ക് നല്ല പാരന്റ്സ് ആണ്. അത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ തോട്ട്സ് ഉണ്ടല്ലോ, പക്ഷെ ഒന്നും ചെയ്യാത്ത ഇത്രയും നല്ല പ്ലസന്റ് ആയിട്ടുള്ള നല്ല ഒരു ശോഭ ഒരു ഹാമോ ഒന്നും ചെയ്തിട്ടില്ല. തലേവരെ നമ്മൾ പറയില്ലേ, ദൈവം എന്തിനാണ് ഇത്രയും നല്ല പാരന്റ്സിന് ഇങ്ങനെ നല്ലൊരു കുട്ടിയെ കൊടുത്തു, ആ കുട്ടിക്ക് ഇങ്ങനത്തെ കുറച്ചൊരു ലൈഫിൽ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ട്രോമ. പക്ഷെ ആ ട്രോമ ആ ട്രോമേനെ ട്രോമയായിട്ട് കാണാതെ ആ ട്രോമേനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് കാണണം നമ്മുടെ ലൈഫില്. ആ ഡ്രൈവിംഗ് ഫോഴ്സ് വേണമായിരുന്നു ശോഭയ്ക്ക് മുന്നോട്ടുള്ള ലൈഫിലേക്ക്. സംടൈംസ് ആ ഒരു കേസിൽ ഞാൻ പുറത്ത് വന്നപ്പോ ലിറ്ററലി ഐ ഫെൽറ്റ് ലൈക്ക് എ ഫ്രീഡം ഫൈറ്റർ ഫീനിക്സ്. ബിക്കോസ് അതിനെ ഞാൻ ഒരു ചിരാഗായിട്ടാണ് ഞാൻ, ചിരാഗെന്നും പറയുന്നില്ല, ഒരു എന്താ പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഉള്ളില് ഞാൻ അതിനെ വേറൊരു ഫോഴ്സ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. മനസ്സിലായില്ലേ? എനിക്ക് വേണമെങ്കിൽ